can see it's a beautiful stay with minimal facilities, and in the night, especially if it's a full moon night, it will be a beautiful view for you. It will be a treat for your eyes. നമ്മുടെ സ്റ്റേയിന് അടുത്തുള്ള ഒരു വാട്ടർഫാളിൽ അടുത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വെള്ളമായിരിക്കുന്നതാണ് ഇവർ പറഞ്ഞ് കുളിക്കാൻ. നോക്കാം. ഒരുപാട് തിരക്ക് ഇല്ലാത്ത സമയത്ത് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി വീക്കെൻഡ്സിൽ ബാംഗ്ലൂർ മൗണ്ടനിയറിംഗ് ക്ലബ്ബ് അങ്ങനത്തെ പല ക്ലബ്ബുകളും ഏകദേശം 10-60 പേരെ കൊണ്ടുവരും ഇവിടേക്ക്. അപ്പോൾ തിരക്കില്ലാത്ത സമയത്ത് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കെൻഡ്സ് അവോയ്ഡ് ചെയ്യുക. വീക്ക് ഡേയ്സിൽ എങ്ങനെയെങ്കിലും ലീവ് കിട്ടണമെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വളരെ സമാധാനമുള്ളൊരു അന്തരീക്ഷം ലഭിക്കുന്നതായിരിക്കും. വാട്ടർഫാൾ കാണാനില്ലല്ലോ. നൗ ഐ ക്യാൻ സീ. സോ നമ്മുടെ ഇടയിൽ എത്ര മലയാളി സുഹൃത്തുക്കൾക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയുമെന്ന് എനിക്കറിയില്ല. സോ ഇതൊരു എക്സ്പീരിയൻസിൻ്റെ സ്ഥലമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ലെറ്റ്സ് സീ. ഇതാണ് നമ്മൾ രാവിലെ എണീച്ചാൽ കിട്ടുന്ന വ്യൂ. കുറച്ച് ദൂരം ചെല്ലുമ്പോൾ നമുക്ക് കുതിരമുക്ക് കാണാൻ പറ്റും. മഴയില്ലാത്തതുകൊണ്ട് വലിയ വഴുക്കില്ല. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ ഭൂപ്രകൃതി. നമ്മൾ വന്ന് എത്തിപ്പെടുന്നൊരു വ്യൂ പോയിന്റ്, ഈ ഒരു മരം. ഇവിടെ നമ്മുടെ ഭൂപ്രകൃതി വീണ്ടും മാറുകയാണ്. മരങ്ങൾ കുറഞ്ഞു വരും. വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഞങ്ങൾ ട്രക്കിങ് വലിയ ചൂടൊന്നുമില്ല. എന്നാൽ ഇന്നത്തെ വെതർമാൻ്റെ റിപ്പോർട്ട് പ്രകാരം 81% ക്ലൗഡ് കവർ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമിഡിറ്റി ഉണ്ടാവാൻ സാധ്യത കൂടുതൽ വേർക്കും. ഈയൊരു ട്രക്ക് ട്രെയിൽ വന്നിട്ട് പൊതുവെ ഫാമിലീസിനെല്ലാം ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് ട്രക്ക് ട്രെയിലാണ്. കാണുന്നതാണ്ട കുതിരമുക്ക്. അതാ ഈ അറ്റ ഇതാണ്ട് ഇതിൽ കാണുന്നതാണ്ട. ഇതാണ് കുതിരമുക്ക്. ഇതിൻ്റെ മേലെയാണ് പോകാനുള്ളത്. മേഘത്തിൽ മൂടി കിടക്കുന്നത്. അതിൻ്റെ ടോപ്പിലെത്തുന്നത്. ട്രക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഈ ഒരു വിൻ്റർ സീസൺ തന്നെയാണ്. നവംബർ പകുതി മുതൽ ഏതാണ്ട് ഒരു ജനുവരി എൻഡ് വരെയുള്ള സമയം നല്ല രസമായിരിക്കുന്നു തോന്നുന്നു ട്രക്ക് സീസൺ. ഈ വെള്ളത്തിൻ്റെ മുഖം കഴുകിയൊക്കെ സൂപ്പറാണ്. പിന്നെ കുറച്ചുകൂടി ക്ലോസർ ആയിട്ടുള്ളൊരു വ്യൂ ആണിത്. ഇത് കണ്ടാൽ മനസ്സിലാവും. വളരെ മനോഹരമായ കുതിരമുക്കിൻ്റെ അറ്റം അതാ. തികച്ചും മാസ്മരികമായ ആ കുതിരമുക്കിൻ്റെ നിമിഷം നിങ്ങൾ കാണൂ. ഇതുപോലുള്ള പല വെള്ളക്കെട്ടുകളും നീർച്ചാലുകളും താണ്ടിയുള്ള യാത്രയിൽ ഇതൊരു അനുഭവം തന്നെയാണ്.
ഇവിടെ നമ്മൾ കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. നമ്മൾ മുന്നിൽ കാണുന്ന മലകളെല്ലാം കയറി ഇറങ്ങിയാലേ ഇനി കാണുന്ന കുതിരമുക്കിൻ്റെ ടോപ്പിലെത്താൻ പറ്റുമോ. ഇത് കുറച്ച് ഫ്ലാറ്റ് ലാൻഡ്സാണ്. ഇതെത്തിയപ്പോൾ കുറച്ച് പൊടി മണ്ണാണ്, വഴുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓ, ഇപ്പം ലീഡർ എന്നെയും കൊണ്ട് താഴെ പോയേനെ. ഭൂമിയിലെ സ്വർഗം എന്ന് നമുക്ക് തോന്നിപ്പോയി ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ. ഈ സ്ഥലത്തിൻ്റെ പേര് ഒരു കന്നഡയിൽ പറയുമ്പോൾ ഒണ്ടിമര എന്നാണ് പറയുന്നത്. ഒണ്ടിമര എന്ന് പറഞ്ഞാൽ ഒറ്റ മരം. ഇപ്പോൾ ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. നമുക്ക് കാണാം നമ്മുടെ ഗൈഡുകൾ കൂടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടൊരു വ്യൂ പോയിൻ്റാണത്. കുതിരമുക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം. ഈ ട്രക്കിൻ്റെ ഏകദേശമുള്ള 50% ആണിപ്പോൾ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് കാണുമ്പോൾ അടുത്താണെന്ന് തോന്നും. സോ ഫ്രണ്ട്സ്, ജസ്റ്റ് വാച്ച് ദിസ് വ്യൂ, ഹൗ ബ്യൂട്ടിഫുൾ ദിസ് ഈസ്. നിങ്ങൾ കഷ്ടപ്പെട്ടത് ഇത്രയും തന്നെ കയറി ഒന്നും ഒരിക്കലും വേസ്റ്റ് ആവില്ല. അത്രയും ബ്യൂട്ടിഫുൾ വ്യൂ ആണത്. നമ്മൾ ഏകദേശം ഒരു 8 കിലോമീറ്റേഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞു ട്രക്കിൻ്റെ. ഇനി ഒരു 2 കിലോമീറ്റർ വേണ്ട. ആ കാണുന്നതാണ് കുതിരമുക്ക് ട്രക്കിൻ്റെ പീക്ക്. അവിടെ ദൂരെ കാണുന്നതാണ് ഒണ്ടിമര എന്ന് പറഞ്ഞ് നമ്മൾ റെസ്റ്റ് ചെയ്ത സ്ഥലം. From here it looks like another 1 kilometer to the top of the peak. ഒരു മയിൽക്കുറ്റി ഉണ്ട്. 1 കിലോമീറ്ററിനാണ് എഴുതിയിട്ടുള്ളത്. 1 കിലോമീറ്റർ. മേലക്കയറണം. ഇനി ഒരു 10-400 മീറ്റർ. ആൾക്കാർ കുറേ പേര് ഇവിടം വരെ വരും. പിന്നെ ഇവിടുന്ന് മേലക്കയറാൻ ഒരു 10 പ്രാവശ്യം ആലോചിക്കും. ഒരു കയറ്റം തന്നെ കയറി നോക്കാം. ഇവിടുന്നുള്ള വ്യൂ കാണുക. This is the second highest peak in Karnataka. നമ്മളങ്ങനെ ഫൈനലി, it feels like we're on top of this world.